ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ജീപ്പിനി പോകും തോന്നില്ല. പിടിച്ചോണ്ട് വാണവരെ. ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങടി. അയ്യോ, എന്താ ഇത്? നടക്ക്. ഇങ്ങോട്ട് നടക്കാ. പോയി നോക്കടാ. ഞങ്ങളെ വെട്ടിച്ച് കിടക്കാമെന്ന് കരുതി അല്ലേടാ? എനിക്കൊന്നും അറിയില്ല. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. മോളെ നീ സൂത്രത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേ? അരുത്, ഞങ്ങളെ കണ്ട് ഇവളൊരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അയ്യോ അല്ല, ഞാൻ ഞങ്ങളെ വെട്ടിച്ച് കിടക്കാൻ ശ്രമിച്ചാണ്ടല്ലോ. ഇവൻ സുരേഷ്, ഇവനാണ് നേതാവ്. കത്തിയേറിൽ ഇവൻ അതിവിദഗ്ധനാണ്. ഇവൻ ജോണി, ഇവൻ ഗൺ മാസ്റ്ററാണ്. ഏത് തോക്ക് ഉപയോഗിച്ചും ഏത് ലക്ഷ്യത്തിൽ വെടിവെക്കാൻ ഇവന് കഴിയും. ഇവൻ രമേശ്, ജൂഡോ വിദഗ്ധനാണ്. ഈ 3 കൊള്ളക്കാരും പോലീസിന് തീരാത്ത തലവേദനയായി തീർന്നിരിക്കുകയാണ്. അങ്ങ് അനുവദിച്ചാൽ ഞാൻ പോയി ഇവന്മാരെ പിടിക്കാം. മിസ്റ്റർ വിജയൻ, നിങ്ങൾ കരുതുന്ന പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവർ ഓരോരുത്തരും നിരവധി കേസുകളിൽ പ്രതികളാണ്. അവരെവിടെ ഉണ്ടെങ്കിലും ഞാൻ പിടിക്കാം സാർ. ഇവനാണ് രമേശ്, ഇവൻ ജൂഡോ വിദഗ്ധനാണ്. ഇവർ 3 പേരും അതിർത്തി കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ആവശ്യമാണെങ്കിൽ കൂടുതൽ പോലീസുകാരെ അയച്ചു തരാം. സാർ, അധികം ആളുകളെ കൂടെ കൊണ്ടുപോകുന്നത് അപകടവും അസൗകര്യവുമാണ്. യു ആർ റൈറ്റ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. താങ്ക് യു സാർ. ഇതാ. കളവാ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലുള്ള അനുഭവം അറിയാമല്ലോ. ഏതായാലും അവരെ കെട്ടിയിട്ടിരിക്കില്ലേ, നമുക്ക് ഈ മല എടുക്കാനുള്ള എളുപ്പവഴി വല്ലതും കൊണ്ട് നോക്കിയിട്ട് വരാം. വാ.
മിടുക്കന്മാർ വരൂ. സാറേ എന്താ നിങ്ങൾ എവിടെ കഴുതേ സാറേ സാറേ ജീപ്പ് കണ്ടു സാറേ അയ്യോ ആണോ വേണം പട്ടി മണം പിടിക്കുന്നത് മാണിക്കോ പെട്ടെന്ന് നീ അതിന്റെ അടുത്ത് കിടക്കല്ലേ എന്താ അതിന് ബോംബിട്ടായിരിക്കും? ബോംബ് ഉണ്ടായിക്കൂടെന്നുണ്ടോ? അയ്യോ അയ്യോ സാറേ ഈ ജീപ്പിലായിരിക്കും അവന്മാർ ഇതുവരെ വന്നു. അയ്യോ അതെ പോലീസിന് എഴുതി ഒട്ടിച്ചിരിക്കുന്നു. എന്നാലും നോക്കട്ടെ. എടാ മാണിക്കോ പോലീസിന് എഴുതി ഒട്ടിച്ചിരിക്കുക. നമ്മളെ പറ്റിക്കാനോ? അത് കയ്യിലിരിക്കട്ടെ. സാറേ ഈ ജീപ്പ് അവർ എവിടുന്നോ ചൂണ്ടിയായിരിക്കും. സംശയം. കറക്റ്റ്. ജോണി മുന്നോട്ട് പോകുന്ന ജോണി മുന്നോട്ട് പോകുന്നു. നീ മുന്നോട്ട് പോടാ. അയ്യോ ഒരു മയമില്ലാത്ത പാറ അല്ലേ? എന്താടാ? അയ്യോ ചോടാൻ വയ്യ കേട്ടോ. ഓ വാ. അയ്യോ ഈ പട്ടി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലുവോ? ഞാൻ അവനെ അവമാനിക്കില്ല. നമ്മളെ പേര് തന്നെ അതിനും. ഓടാൻ തുടങ്ങി. അയ്യോ. സത്യം പറഞ്ഞാലേ കാണിക്കോ ഇവിടെ വെച്ചാണ് ബസ് റൂട്ട് വേണ്ടത്. അപ്പൊ വരും. നാളെ കാലത്ത് വരും. കൂടെ കരിമല കയറ്റം തന്നെയാണ്. അല്ല നീലിമലയാ കരിമലയല്ല. പോടാ അവിടെ കേറി വാ. അയ്യോ ഒരു കുക്ക. അയ്യോ തുണി തുണി കഷ്ണം കൊണ്ടുപോടാ. ഒരു മറം. തങ്കയ്യൻ ഈ കർച്ചി ഫോമാരുടേതായിരിക്കും. വെച്ചോളൂ. സാർ 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 ഇതിലെന്തോ എഴുതിയിരിക്കുന്നു? ചെമ്പകം. ഇത് ഏതെങ്കിലും പെമ്പിള്ളേരതായിരിക്കും. ഈ കൊതു കാട്ടിൽ വന്നാലും അവൻ ഇപ്പൊ എന്നെ മൂക്കിൽ കല്ല് പോയി കേട്ടോ. അത് കള. അയ്യോ എനിക്ക് വയ്യ. ഞാൻ പോവാ തിരിച്ച്. ഈ കാട്ടിൽ നീ എങ്ങോട്ട് പോകാനടാ? എന്നാ ഞാൻ പോണില്ല. അത് കള. അയ്യോ എനിക്ക് കമോൺ. സാറ് നടന്നു സാറേ. പിറകെ വന്നോളാം. അയ്യോ ഭയങ്കര പുളി. പുലിയാണ് കരടി. അത് മുഴുവൻ നിനക്ക് തിന്നാനുള്ള പ്ലാനല്ലേടാ. മനസ്സിലിരിക്കട്ടെ വേല കേട്ടോ. അത് കള. ഇപ്പൊ എന്തേ? ഞാൻ വീണ്. അയ്യോ എന്ത് പറ്റി? ഒന്നും പറ്റില്ല. എന്ത് പറ്റിയത്? ഒന്നും പറ്റില്ല. പിന്നെന്താ രണ്ട് ഈച്ച പറ്റി കാലില്. അതൊക്കെ ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ രണ്ട് കാലം ശരിയായി. കണ്ട രണ്ട് കാലം ശരിയായി. ഭദ്രകാളി, ഇത് ഞങ്ങളുടെ സാമ്രാജ്യമാണ്. അനുവാദം കൂടാതെ അതിക്രമിച്ച് കടന്നാൽ അനുഭവം അറിയാമല്ലോ. ഒന്നുകിൽ കൂട്ടക്കുരുതി, അല്ലെങ്കിൽ നിത്യബന്ധനം. അറിയാതെ കടന്നുപോയതാണ്. ഇവനെ കണ്ടിട്ട് കൊലപ്പെടുത്താൻ തോന്നുന്നില്ല. ഇവന്മാരെ ഒക്കെ കൊന്നു, ഇവിടെ മാത്രം കൊല്ലണ്ട. ഈ പെൺകുട്ടി ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. ഈ കുട്ടി എന്താ ഭയന്നു നിൽക്കുന്നത്? നിങ്ങളുടെ ശിക്ഷാവിധി കേട്ട് ഭയന്നു പോയതാണ്. ധൈര്യമായിരിക്കും കുട്ടി. മലജാതിക്കാരാണെങ്കിലും മര്യാദയും മനുഷ്യത്വം ഞങ്ങൾക്കുമുണ്ട്.
നമുക്കിവരെ ഇവിടെ താമസിപ്പിക്കാം. പെൺകുട്ടി ഇവിടെ താമസിച്ചോട്ടെ. നമ്മുടെ ആചാര മര്യാദകളും ഭക്ഷണ രീതിയും പട്ടണവാസികളായ ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായി വന്നവരാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലിക്ക് ഞങ്ങളാലാവുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ ഒഴുക്കമാണ്. വളരെ ഉപകാരം. ജംബോ, അടിയൻ. ആ മലയടിവാരത്ത് ഇവർക്കൊരു താൽക്കാലിക താവളം ഒരുക്കി കൊടുക്കണം. നമുക്കിന്ന് തന്നെ ആ മല കിടക്കണം. ശരി സാർ. ഈ മലയോ? ഈ മലയില്ല, ഈ മല മാറ്റിയിട്ട് അവിടെ ചെറിയൊരു മല ഉണ്ടാക്കി തരാം. നിനക്ക് അങ്ങോട്ട് കൂടെ നടന്ന് കളിക്കുക. അല്ല, ഈ മല കേറി കിടക്കണം. വേണ്ട, അങ്ങോട്ട് ബസ്സിന് പോവാം. നിനക്ക് ബസ് റൂട്ട് ഇട്ട് തരാം. അല്ല, ഇന്ന് വെള്ളിയാഴ്ച അതോ വ്യാഴാഴ്ച? വ്യാഴാഴ്ച. അല്ല, വെള്ളിയാഴ്ച ആണെങ്കിൽ ഇപ്പൊ ഇന്ന് കറുത്ത വാവും. ഉം. ഇന്ന് മല കയറാൻ കൊള്ളത്തില്ല. അത് ഈ മലയല്ല, തെന്മലയാ, തെന്മലയാ. അത് ശരി. എടാ, നിനക്ക് എന്താ ഭയം? എനിക്കെന്ത് പേടിയടാ. മല മല. അയ്യോ ആ. അയ്യോ. സാർ, ഈ പട്ടി എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞ്? പിന്നെ അതിന് ജീവനിൽ കൊതില്ലാതിരിക്കും. സാർ, നമുക്കങ്ങ് തിരിച്ചു പോയാലെന്താ? ഇഡിയറ്റ്. പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കാൻ വന്നിട്ട് പകുതി ഒഴിക്ക് വെച്ച് തിരിച്ചു പോകാനോ? എന്തോ സാർ, ക്ഷമിക്കണം, എനിക്ക് 2-ന് പോകണം. താൻ 2-നോ 3-നോ പോകും. നോൺസെൻസ്. എടാ മാണിക്കോ, ഡേ, ഡേ, എന്താ? ഇവിടെ വാ, ഇവിടെ വാ. നീ ദൂരെ എങ്ങും പോയി ഇരുന്നാലേ ഇത് പറയാനാണോ? കാര്യം. പിന്നെ കരടി, ആനയും സിംഹവും പുലിക്കുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കാലടി ആ എന്ത് വന്നാൽ ശരിക്കും പ്രശ്നമില്ല. ഇതിന്റെ കണ്ണു പോയിക്കോ. മോശമാ. ഞാൻ വേഗം ഇതിന്റെ വരൂ. താഴെ പോടാ അവിടെ. ഡേ, ഡേ, പോടാ. ഡേ. പിന്നെ അഭ്യാസ ബിരുദന്മാരായ നിങ്ങളെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ ഞങ്ങളുടെ വിശിഷ്ടാതിഥികളായി അംഗീകരിച്ചിരിക്കുന്നു. ഈ പുതിയ ബന്ധത്തിന്റെ നാന്ദിയായി ഇന്നൊരു വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി ഞങ്ങളുടെ ആദ്യത്തെ സ്വീകരിച്ചാലും. മാളു. ഓ, തേനാരിക്കാട്ടിൽ തേമ്പാവു പൂത്തു, തേനാരിക്കാട്ടിൽ തേമ്പാവു പൂത്തു. തേനാരിക്കാട്ടിൽ തേമ്പാവു പൂത്തു, തേനാരിക്കാട്ടിൽ തേമ്പാവു പൂത്തു. തേൻമുളം പൂത്ത് പൂങ്കിളി പാടി, തേൻമുളം പൂത്ത് പൂങ്കിളി പാടി. മയിൽപീലികൾ ചൂടും മോഹങ്ങൾ, കുളമ്പൂങ്കുഴലേകും തേനും പാലും. തേനാരിക്കാട്ടിൽ തേമ്പാവു പൂത്തു, തേൻമുളം പൂത്തിൽ പൂങ്കിളി പാടി. ഇളം തളിർമുളയുടെ ഇളകിടും ഇലകളിൽ പളുങ്കളി വിടരുന്ന ചാലേ. ഇളം തളിർമുളയുടെ ഇളകിടും ഇലകളിൽ പളുങ്കളി വിടരുന്ന ചാലേ.
വെടിവീരനാണല്ലേ? ആരും മാലിന്യോ വരണം. എന്റെ പേരെങ്ങനെ പഠിച്ചു? ഈ പേരും ഈ രൂപവും ഒരിക്കൽ പരിചയപ്പെട്ട മറക്കാൻ ഒക്കില്ലല്ലോ. അന്ന് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി. ഇത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നതാ. സകല അടവുകളും പഠിച്ച ആളല്ലേ? അങ്ങനെയൊന്നുമില്ല. അന്ന് സംഘടന സമയത്ത് ആത്മരക്ഷയ്ക്ക് എന്തൊക്കെയോ ചെയ്തു പോയതാണ്. അതല്ല, ഈ ശരീരം കണ്ടിട്ട് കൊതിയാവുന്നു. ഇത് അധ്വാനിച്ചുറപ്പിച്ച തടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മൂപ്പന്റെ പാളല്ലേ? ഞങ്ങളെ ഓർമ്മയുണ്ടല്ലോ. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം. വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. ഇരിക്കണം. അതൊക്കെ അതിഥികളോട് മതി. ശരിയാ, നമ്മളിപ്പോ ബന്ധുക്കളായി പോയില്ലേ. എന്നാലും വന്ന കാലം നിൽക്കാതെ ഇരിക്കണം. എന്നെ എങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. പറയാനും പേരുന്നിരിക്കും അല്ലേ? എന്നാ ഞാൻ വരട്ടെ. വല്ലപ്പോഴൊക്കെ ഇതിലെ വരണം. വിളിച്ചില്ലെങ്കിലും വരും. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. എന്ത് പറ്റിയാടാ? മാണിക്കോ, ഈ കാട്ടിലൊക്കെ ജീവിക്കണമെങ്കിലേ നല്ല ഉൾക്കട്ടി വേണം. ഉൾക്കട്ടി. കൊതുകാണെങ്കിൽ ആന കൊതുക്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയത് അറിഞ്ഞതേ ഇല്ല. നീ എങ്ങനെ മൂക്കുമുട്ടൻ ചാരായം കുടിച്ചു കിടക്കല്ലേ? എടാ സാധനം എങ്ങനെയുണ്ട്? ഉക്കിറ സാധനം. ചുണ്ടേ തൊടുന്നതിന് മുമ്പ് മണ്ടയെ പിടിക്കും. ഓഹോ, ഈ വനത്തിനകത്ത് ഒരു പരേഡ് സല്യൂട്ടൊന്നും വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ആട്ടക്കാരന്റെ കാലും പാട്ടുകാരിയുടെ വായും പോലീസുകാരന്റെ കൈയും
ഒരുപോലെ വെറുതെ ഇരിക്കില്ല, എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കും സാറേ. അയ്യോ സാറേ ആര് വരുന്നുണ്ടല്ലോ, ഞാൻ അയ്യോ അതെ നല്ല പൂച്ച പുലിയും കിളിയൊന്നും അല്ല, പട്ടിക്കുട്ടിയാണ്. സാറേ ഈ കാട്ടിൽ വെച്ച് പല അനുഭവങ്ങളും അനുഭവത്തിലാണ് ഞാൻ. ഒന്ന് ഇത് തള്ളി തള്ളി ഇപ്പൊ വരൂ. ആ ഒന്ന് പിടിച്ചോ. വേണ്ട സാറേ, പിടിച്ചാലോ പറഞ്ഞത്. അതിന്റെ മുഖം അങ്ങോട്ടായി പിടിക്കും. പിടിക്കണോ സാറേ വേണം, മാറ്റി പിടി, ഇത് നഖം തട്ടിയാലേ ഭയങ്കര പോയസനാ. നീ ആരാ? എന്തിനോട് വന്നു? ഇതല്ല തമാശ. എന്റെ കുട്ടി എങ്ങതാ? കുട്ടിയോ? ആരുടെ കുട്ടി? നീ പുലിക്കുട്ടിയോ? എന്റെ കുട്ടി എങ്ങ തരാൻ? ആ, നീ ആരെന്ന് പറ. നീയോ? ഇവൻ ഏത് കോന്തനാണ്? ആരാ നീ? ഞാനേ ഈ കാട്ടിലെ കാട്ടുമൂപ്പന്റെ അനന്തരവനാ. കേളു അടുത്ത അവകാശി, ഇപ്പോഴത്തെ അവകാശി ദേ നിൽക്കുന്നു. മാളു. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ചേടാ ഇത് കടുവായ കിടുവ പിടിച്ച പോലെ ആയല്ലോ. അയ്യോ ഒന്നും മിണ്ടല്ലേ, വലിയ മുൻകോപക്കാരിയാ. ആ എന്റെ പട്ടി എങ്ങ തരാൻ? പറയുന്ന അനുസരിച്ചേ വലിയ എടുത്തിയോട്ടക്കാരിയാ. ആളു പാവം. ആണു അവര് നമ്മുടെ ആളല്ലോ. കേളു, എന്താ മാളു ഇങ്ങനെ? മറ്റുള്ളവരുടെ മുമ്പ് വെച്ചെങ്കിലും എന്നെ കേളുവേണ്ടാന്നൊന്ന് വിളിക്കരുതോ. ഇവിടെ എന്റെ മുറപ്പെണ്ണാ. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുക. നല്ല ചേർച്ച. കാട്ടുകോഴിയും കുളക്കോഴിയും പോലെ ഇരിക്കുന്നു. ആമയും കൂരാനും പോലെ ഇരിക്കുന്നു. അന്യജാതിക്കാർ അതിർത്തി കടന്നിട്ടുണ്ടെന്ന് അച്ഛനെ അറിയിക്കൂ. അയ്യോ ഞങ്ങൾ അടുത്ത വനത്തിൽ നിന്നും വഴിതെറ്റി വന്നവരാ. ആ അങ്ങനെ വരട്ടെ. എനിക്ക് വിശ്വാസം വരുന്നില്ല. ആ ഞാൻ തെളിയിച്ചു തരാം. അങ്ങേ മലയിൽ ഒരു കരടിക്കുഴിയില്ലേ? നമ്മുടെ കടുവ കുഴി. അവിടെ അടുത്തൊരു ചാത്തം പാറയില്ലേ? നമ്മളെ ചാത്തൻ അവിടെ ഞങ്ങൾക്കൊരു ബന്ധുവീടുണ്ട്. ബാക്കി ഞാൻ പറയത്തില്ല. ബാക്കി പറയാനുണ്ട്. അയ്യോ മാളു. ആ അപ്പൊ പറഞ്ഞു വന്നപ്പോ നമ്മൾ ബന്ധുക്കളുമായി. അയ്യോ ഇപ്പൊ ആളറിയാലോ, വല്ലതൊക്കെ നടന്നു പോയാനല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. അതെ അതല്ല ഞങ്ങളുടെയും ഭാഗ്യം. അല്ലേ മാളു? ഇപ്പൊ നമ്മൾ ഇഷ്ടക്കാരായില്ലേ? പിന്നെ ഇഷ്ടക്കാരാ ബന്ധുക്കൾ. വാ മാളു നമുക്ക് പോവാം. അയ്യോ നടന്നു പോകുമ്പോ പോയിക്കാം. കുത്തിപ്പിടിച്ച് നടന്നു കേട്ടാ. നീ ഞങ്ങളുടെ വീട് ധൈര്യമാണ് പട്ടി. ഹായ് മാലിനി, എങ്ങോട്ടാ തിടുക്കത്തിൽ? നമ്മളെങ്ങോട്ടാ? നമ്മളല്ല, എനിക്ക് പേരുണ്ട്. എന്റെ പേര് സുരേഷ്. മുഖത്ത് നോക്കി പേര് വിളിക്കാനൊരു മടി. അതെന്താ അങ്ങനെ? എന്തോ എനിക്കറിയില്ല. മാലിന്യെ കണ്ടതു മുതൽ എനിക്കും എന്തോ ഒരു പ്രത്യേകത. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ എവിടെ? അച്ഛനോടൊപ്പം അടുത്ത കൂടാരത്തിലുണ്ട്. അന്യ സ്ത്രീയെ കൂടെ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അന്ന് ഞാൻ വന്നതിനെ പറ്റി കൂട്ടുകാരെന്ത് പറഞ്ഞു? അവരെന്റെ കൂട്ടുകാരോ? ഞാൻ അവരുടെ ഓഫീസറാ. ഓ, ഒരു വലിയ ഓഫീസറെ കാണാൻ ഒരു അന്യ സ്ത്രീ അടിക്കടി വരുന്നത് ശരിയല്ലല്ലോ. മാലിന്യെ ഒരു അന്യ സ്ത്രീയായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? തുറന്നു പറഞ്ഞാൽ തല പോകുമെന്ന് ഭയം ഉണ്ടായിരുന്നാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. വരൂ. ജയ് മഹാകാളി, ജയ് ഭദ്രകാളി. മാലിന്യ കുഞ്ഞിനെ പുറംകാട്ടിൽ വെച്ച് കണ്ടു. രണ്ടുപേരെയും ഈടിവിടെ കാണാറില്ല. ജംബുവിന്റെ സംസാരത്തിൽ എന്തോ ദുസൂചന ഉള്ളതായി നാം മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നത് രണ്ടുപേരും അനുസരിക്കാറില്ല. ഒരു കാര്യസ്ഥൻ എന്നതിൽ കവിഞ്ഞ നിയന്ത്രണങ്ങൾ നീ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതായി എന്റെ മക്കൾക്ക് പരാതിയുണ്ട്. നമ്മുടെ അതിർത്തി ലംഘിച്ച് വീണ്ടും ഒരു കൂട്ടർ വനത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത് അലങ്കാരത്തിനല്ലെന്ന് മറക്കരുത്. ഇതൊക്കെ നോക്കി നടത്തേണ്ട കാര്യസ്ഥനാണ് ഈ നിൽക്കുന്നത്. ഇവന് നോട്ടം എന്റെ പെൺകുട്ടികളുടെ നീക്കങ്ങളിലാണ്. അതിർത്തി കടന്നവരാരായാലും അരനാഴികയും പിടിച്ചു കെട്ടി ഇവിടെ ഹാജരാക്കും. അതിർത്തി കടക്കുന്നവരെ തെരഞ്ഞു പിടിക്കുന്നതിനേക്കാൾ അതിർത്തി കടക്കാതെ സൂക്ഷിക്കുന്നതല്ലേ ബുദ്ധി. അല്പം ശ്രദ്ധക്കുറവുണ്ടായി.
കൽപ്പിച്ച് ക്ഷമിക്കണം. എമ്പോ കുറച്ച് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അത് നിലനിൽപ്പിന് നന്ന്. ഓളെ മാലിന്യ, നീ എവിടെയായിരുന്നു? ഞാൻ മാമനാരെ ഇവൾ എവിടെ പോയെന്ന് ഞാൻ പറയട്ടെയോ? ഓ, എനിക്കൊരു മരുമകനെ കിട്ടിയത്. വിചിത്ര ജീവി. ഇയാളെ കൊണ്ട് സഹി കെട്ടു. അച്ഛൻ വേഗം ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. എനിക്ക് മാളുവിനെയും മാലിനെയും രണ്ടുപേരെയും പോടാ വിഷി. ഞാൻ പോട്ടെയോ? ഓ. ഇഡിയറ്റ്. ഒരു പെണ്ണിനെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇന്ന് രാവിലെ ഒരു അവളി കൂടെ ഉണ്ടായിരുന്നു. തന്തയോട് എന്തോ കരഞ്ഞു പറഞ്ഞെങ്ങനുണ്ടാ ഞാൻ പുറത്തോട്ട് പോയത്. എന്നിട്ടാ തന്റെ എവിടെ? അയാൾക്ക് ഞങ്ങൾ ശരിക്ക് കൊടുത്തു. ഒരു വയസ്സിനെ തല്ലിയതാണ് വലിയ തന്റെ ഇടം. അവൾ എവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. ഈ ചത എടുത്ത് വല്ല പട്ടി കരഞ്ഞു കൊടുക്കണോ? ഇതൊരു സങ്കടമാണ്. അപ്പോ നിനക്ക് എന്ത് പറ്റിയത്? പനിയോ? എടാ, ഞാൻ അവിടുന്ന് പുറപ്പെടും. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോണത് ഹില്ലേറിയാണ്. അവിടെ മലേറിയ ഉണ്ടാവും എന്നുള്ളത്. സാരമില്ലടാ. പിന്നെ 10-16 പ്രാവശ്യം പോയി. ആര് പോയടാ? ഇളകി പോയെന്ന്. അതൊക്കെ എനിക്ക് നിർത്താൻ പറ്റുമോ? പിന്നെ മാർഗതടസ്സമില്ലാതെ വൈദ്യുതി പോകുന്നെങ്കിൽ പോട്ടെ, അത് ആരോഗ്യത്തിന് നല്ലതാ. പോയി എന്റെ വാഷർ പോയെന്നാ തോന്നുന്നു. വാഷിന് പോകണം പോട്ടെ, നമുക്ക് പുഷ് എടുക്കാം. ദാഹം. എന്തേ? ഭയങ്കര വെള്ളം. അത് ദാണ്ട് വെള്ളം കുടിക്കണ്ട കേട്ടാ. എസ് ഐ എത്തി അങ്ങോട്ട് പോയി. അങ്ങനെ നേരം വെളുക്കുമ്പോ മുതലേ ആ പട്ടിയുടെ പുറകെ നടക്കുന്നതാണ്. സാർ എന്നെ തിരക്കിയോ? പട്ടിയുള്ളപ്പോ എന്തിനാ നിന്നെ തിരക്കുന്നത്? എനിക്ക് തല വെക്കാൻ വയ്യ. എടാ മണിക്കോ, ഒരു 100 മില്ലി അകത്താക്കിയാലേ പൊങ്ങാതെ കിടക്കുന്ന ഏത് തലി പൊങ്ങും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നീ നിന്റെ പാടിന് പോ. എടാ ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. അയ്യോ, അവള് ഒഴിച്ചു തന്നാലേ നമ്മൾ അറിയാതെ കുടിച്ചു പോവും. എന്റെ പനി മാറി. എന്തോ? താൻ ഇതുവരെ എവിടെ അടുത്തോ? സാർ ഞാൻ പിടികിട്ട പുള്ളിയൊക്കെ തപ്പി നടക്കുകയായിരുന്നു. തനിക്ക് ഈയിടെ കുറെ തപ്പല് കൂടുന്നുണ്ട്. മാണിക്കോ, എനിക്ക് പനി നീ ഇത് കണ്ടോ? ഒരു പൊന്നു സാറേ, താനിങ്ങനെ കുടിച്ച് കുടല നശിപ്പിക്കരുത്. മനഃപൂർവ്വം അല്ല സാർ. മുളകുടി നിന്നപ്പോ എന്തെങ്കിലും ഒരു കുടി വേണമല്ലോ എന്ന് കരുതി തുടങ്ങിയതാ. ചുമ വളരെ ചെറുപ്പത്തില് താൻ കൂടി തുടങ്ങിയല്ലേ? സാർ, എന്നെ പെറ്റപ്പോ എന്റെ അമ്മയ്ക്ക് മുലപ്പാലില്ലായിരുന്നു. അന്ന് കുപ്പിപ്പാല് തന്നാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. മുലക്കുപ്പി മാറിയപ്പോ വേറൊരു കുപ്പിയായി. ഇപ്പൊ കുപ്പി ഇല്ലാതെ ജീവിക്കാൻ വയ്യാതായി സാർ, വയ്യ. മതി. താൻ പോയി പട്ടിയെ കുളിപ്പിച്ചിട്ട് വാ. സോറി സാർ, പട്ടിയെ കുളിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം. എടോ, ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. താൻ പറയുന്നതനുസരിച്ചാ മതി. എടാ നിന്നെ ഈ എടാ നീ കഴിഞ്ഞ ജനുവരി കുളിച്ചല്ലേ? എന്നാ എന്റെ ഫാമിലിയോട് കൂടി പോയി ഒന്ന് കുളിക്കും, നല്ലോണം മുങ്ങി കുളിക്കും. അപ്പൊ പനി മാറി. എനിക്ക് ടൈഫോയിഡ് ആവും. എന്റെ ദൈവമേ, ഈ കാട്ടിൽ വന്നിട്ട് പെടുന്ന പാട്. പറയടാ, നിന്റെ മകൾ എങ്ങനെ രക്ഷപ്പെട്ടു? എത്ര ദിവസമായി നിങ്ങൾ എന്നിട്ടിങ്ങനെ തല്ലി ചതിക്കുന്നു. മകളെ വിട്ട് പോലീസിൽ അറിയിച്ച് ഞങ്ങളെ പിടിപ്പിക്കാനുള്ള അടവാണല്ലേ? ഈശ്വരൻ സാക്ഷിയായി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. മകൾ എവിടെയുണ്ടെന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല. എനിക്കറിയില്ല, രാവിലെ നിത്യകർമ്മങ്ങൾക്കായി പുറത്തിറങ്ങിയ എന്റെ കുഞ്ഞിനെ ഞാൻ പിന്നെ കണ്ടിട്ടേയില്ല. 4 പണി ഞാൻ ആളയച്ചിട്ടുണ്ട്. അവളെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നിന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയായിരിക്കും. എടാ, ഇത് വെച്ച് നോക്കിയ എവിടം വരെ കാണാ? എത് വരെ വേണമെങ്കിലും കാണാം. അങ്ങേ അച്ഛൻ വരെ കാണാം. അതെയോ? ഇങ്ങോട്ട് നോക്ക്.
ഇത് എങ്ങോട്ടാക്കിയാലേ വളരെ ദൂരെ കാണാം. നേരെ മറിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ വളരെ അടുത്ത് കാണാം. ഒന്ന് ചെയ്യണേ, ഞാൻ എന്റെ ഭാര്യ വീട് കാണാമെന്ന് നോക്കട്ടെ. ആ ഭാര്യ വീട് ഇതിൽ കൂടെ കാണുന്നുണ്ടല്ലോ. ആ വീട്ടിന്റെ ഉമ്മർത്തെ നിന്റെ ഭാര്യയുടെ തന്ത ആ അമ്മായിയപ്പം നടക്കുന്നുണ്ട്. ആ മുതുക്കനെ എനിക്ക് കാണണ്ട. ആണ്ടല്ലേ? എന്താ എന്ത് രസം, പരമരസം. എന്ത് രസം, പരമരസം, ജന്തുരസം. എടാ, ആ പാറപ്പുറത്തെ ഒരു പെണ്ണ് കിടക്കുന്നത്. പെണ്ണോ? എവിടെ കാണട്ടെ, നോക്ക്, നോക്കണേ. അയ്യോ, എന്തൊരു തടി, എന്തൊരു തൊട. തൊടിയോ? അത് ഞാൻ കണ്ടിട്ടല്ലോ. എന്തൊരു തടി, എന്തൊരു മഴ. മലയോ? നോക്ക്, മഴ നമുക്ക് എടാ നമുക്ക് കാര്യം, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇറങ്ങി, നീ ഇറങ്ങി, നീ ഇറങ്ങി, ഇത് പോവടാ, ഇറങ്ങി. എന്നാ ഇത് പിടി, ഇത് പിടി. മാലിനി, മാളു, നിങ്ങൾ ഈയിടെയായി ഇവിടെ ഒന്നും കാണാറേയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛാ. ഇവിടെ ഇന്നും മുഷിഞ്ഞു. ഒന്ന് കാട് ചുറ്റാൻ ഇറങ്ങിയതാ. മക്കളെ, അച്ഛന് വയസ്സായി. ഈ കാടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? മാമനാരെ, മാമനാരെ, ഞാൻ ഇവിടെ ഉണ്ട്. വംശം നോക്കി നടത്തേണ്ടവൻ പമ്പര വിഡ്ഢിയായിപ്പോയി. മാംഗല്യപ്രായം കഴിഞ്ഞ് നിങ്ങളെ ഇനിയും കാത്തു സൂക്ഷിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ മാംഗല്യം വേഗം നടത്തണം. എനിക്കിപ്പോ മാംഗല്യം വേണ്ട. നിനക്കാണ് വളരെ അത്യാവശ്യം. ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അനുയോജ്യരായ രണ്ടുപേരെ നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അച്ഛാ, അടുത്ത വസന്ത പഞ്ചമിക്ക് നിങ്ങളുടെ മാംഗല്യം. സാറേ, ഈ മൂന്നാളും കൂടി ഒരു വഴിക്ക് പോയി കഴിഞ്ഞാല്, അല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 പേരല്ലേ, നമ്മൾ 4 പേരല്ലേ? അമ്മാതിരിയുടെ പട്ടിയുടെ നിങ്ങൾ ഈ വഴിക്ക് വയ്ക്കൂ. അപ്പൊ ഞാനോ? നീ ഇവിടെ നിന്നോ. ഞാൻ തിരിച്ചു പോയാലോ? എന്നെ പിടി എന്റെ വച്ചാൽ കൊണ്ട് എന്താ, എന്തുണ്ടായി? പറയാം. വരൂ. ചെമ്പകം, കരയാതിരിക്കൂ. നമുക്ക് വേണ്ട ചെയ്യാം. പിന്നെ നീ ഏതായാലും ആവശ്യമുള്ളവള്.
നീ ഞങ്ങളുടെ കൈ വന്ന് പെട്ടത് നിന്റെ ഭാഗ്യമാ. എന്നെ തിരക്കി അവന്മാരിപ്പോ ഇവിടെ എത്തും. എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവന്മാരെ പിടികൂടാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആദ്യം ആപ്പിലാൻ പോകുന്നത് ആ മൂപ്പനാ. എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ രക്ഷിക്കുക. ഇനി ഇവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ശവം കാണാനെങ്കിലും മഴ വരാതിരിക്കില്ല. എടാ, ഇതിനകത്ത് ആസിഡാണ്. ഇതിപ്പോ നിന്റെ മുഖത്തൊഴിക്കും. ഈ പെട്രോളും ആസിഡിനോടൊപ്പം നിന്റെ മുഖത്ത് വീഴും. രണ്ടും ഒന്ന് ചോദിക്കടാ. ഇവൻ ജീവനോടൊന്ന് കത്തിയിരിക്കുന്നത് മകൾ വന്ന് കാണണം. അരുതേ, കൊല്ലല്ലേ. രമേശ്, നമ്മുടെ വാണ് പോയി പിടിക്കടാ.
എന്റെ കുഞ്ഞ് വരൂ അപ്പോ മോളെ എന്റെ മകളുടെയും ജീവൻ രക്ഷിച്ച് അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആ അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ എന്തിനു വന്നു എന്ന് എനിക്കറിയണം. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് അങ്ങ് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാം. പക്ഷെ നിങ്ങളെക്കുറിച്ചെല്ലാം എനിക്കറിയണം. എന്റെ മോളൊന്നും പറഞ്ഞില്ലേ? ആ കുട്ടിക്ക് കരയാൻ മാത്രമല്ലേ അറിയൂ. സാർ, പ്രഖ്യാതവും അതിപുരാതനവുമായ ഒരു കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ഞാനും എന്റെ മകളും. കോയിക്കൽ പ്രദേശത്തെ ചെമ്പകശ്ശേരി തറവാട് അങ്ങ് കേട്ടിരിക്കും. അതെ, രാജകൊട്ടാരവുമായി ബന്ധമുള്ള തറവാടല്ലേ അത്? പണ്ട് പടയോട്ടക്കാലത്ത് അന്ന് നാടുവാണിരുന്ന പൊന്നുതമ്പുരാനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്റെ വലിയ കാരണവരായിരുന്നു കുലശേഖരവർമ്മ കൊച്ചുതമ്പി. വലിയ അമ്മാവന് അന്നത്തെ പൊന്നുതമ്പുരാൻ കൽപ്പിച്ചനുഗ്രഹിച്ച് 2 പൊന്നുടവാളുകൾ സമ്മാനിച്ചിരുന്നു. അതിലൊന്ന് അമ്മാവൻ തറവാട്ടിൽ സൂക്ഷിച്ചു. മറ്റൊന്ന് അമ്മാവന്റെ ആദ്യ ഭാര്യ വീട്ടുകാർ തക്കലയ്ക്ക് കൊണ്ടുപോയി. തക്കല തായ് വീട് അന്യം നിന്നപ്പോൾ ആ ഉടവാൾ എങ്ങനെയോ മ്യൂസിയത്തിലെത്തി. അനങ്ങിപ്പോരുത്. ഇതല്ലേ ചെമ്പകശ്ശേരി തറവാട്? അതെ, എന്ത് വേണം? ഇവിടെ ഒരു വാളിരിപ്പില്ലേ? അത് നിങ്ങൾക്ക് എനിക്കറിയില്ല. എടി, ആ വാൾ എവിടെ ഇരിക്കുന്നു പറയാൻ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ ചെമ്പകരാമൻ തമ്പിയല്ലേ? അതെ, മകൾ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. കഴിവതും വേഗം വാളുമായി വന്നാൽ മകളെ കൊണ്ടുപോകാം. ദ്രോഹികളെ, നിരപരാധിയായി എന്റെ മകൾ നിങ്ങൾക്ക് എന്ത് ദോഷം ചെയ്തു? കാര്യവിചാരണയ്ക്ക് സമയമില്ല. അച്ഛാ, എന്റെ പൊന്നച്ഛ, വേഗം വന്നിനെ രക്ഷിക്കൂ. പുറത്തു പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ മകളുടെ ശവം പോലും കാണില്ല. മനസ്സിലായില്ലേ?
വായുടെ. ഇന്നലെ വരെ തറവാടിന്റെ അഭിമാന സ്തംഭമായിരുന്ന ഈ പൊന്നുടവാൾ ഇന്നെന്റെ കൊലവാളായി മാറിയല്ലോ ശ്രീപത്മനാഭ. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ വിടൂ. അത്രയ്ക്ക് തിടുക്കായ പുറത്തു പോയി പോലീസിൽ അറിയിക്കാനുള്ള അടവാണല്ലേ? ചതിയും വഞ്ചനയും ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് അറിയില്ലടാ. ഇയാളെ നമുക്ക് വിട്ടാലോ? വിവരക്കേട് പറയാതെ. ഇത് യഥാർത്ഥമാണെന്ന് അറിയുന്നവരെ ഇവനും നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ചതി, കൊടും ചതി. ഉടവാളും വാങ്ങി ഞങ്ങളെയും നശിപ്പിക്കാനുള്ള അടവാണല്ലേ എന്റെ ശ്രീപത്മനാഭ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാട്ടിൽ വന്ന് പെട്ടത്. ഗവേഷകന്മാരായ ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ള ഭാവത്തിൽ അവരിപ്പോഴും ആ മൂപ്പന്റെ അതിഥികളായി കഴിയുകയാണ്. ആ, അവന്റെ ആദിത്യമൊക്കെ അവസാനിക്കാറായി. വാളിലുള്ള രേഖകൾ മനസ്സിലാക്കിയാൽ അവരാ നിധി എടുക്കും. കാര്യം അറിയാതെയാണെങ്കിലും അതിലൊരു വാൾ ഞാൻ അടിച്ചേർപ്പിച്ചു. ഒരു വാളുകൊണ്ട് അവനൊന്നും ചെയ്യാനാവില്ല. അവൻ എന്ത് ചെയ്യുന്നു നമുക്ക് കാണാം. മാലിനി, മതി. ഇനി നാളെ. അങ്ങനെ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ വിടില്ല. മാലിനി, എനിക്ക് നിങ്ങളെ വിട്ടുപോകാനേ തോന്നില്ല. ഇനി ഒരു ദിവസം ആട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെയോ ഒത്തിരി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് അറിയേണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിധിയുടെ കാര്യമാണോ? അത് മാത്രം മാലിനി പറഞ്ഞില്ല. നിധി ഇരിക്കുന്ന സ്ഥലം ഇതുവരെയായിട്ടും കണ്ടില്ലേ? അതുമിടയ്ക്കങ്ങ് പിണിഞ്ഞു. ഈ കോപം കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? മാലിനി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ നിധിയുടെ വിവരം ഇന്നെനിക്കറിയണം. അവസരം വരുമ്പോൾ ഞാൻ തന്നെ ആ നിധി എടുത്ത് ഈ കൈ തരും. മാലിനി, പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? കയ്യിലല്ലേ പിടിച്ചത്, ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. വഴി മാറാൻ ഞാൻ പോട്ടെ. നിക്ക് അങ്ങനെ അങ്ങ് പോയാലോ? ചേട്ടാ, ഇതൊരു വലിയ ശല്യമായല്ലോ. എനിക്കൊരു ശല്യം ഇല്ല. നിക്കേ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്റെ കാമുകനെ കാണാൻ പോയി. അത് കളാ ഞാനല്ലേ കാമുകൻ. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ചെമ്പോലേ, ഇതെന്താ പഴയറക്കമാണോ? വാസ്തവത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കുറങ്ങിയത്. ഈ കൂടാരത്തിലെ ജീവിതം മടുത്തല്ലേ? ഈ വനവാസം തുടങ്ങിയിട്ട് ദിവസം കുറയായില്ലേ. ഇപ്പോൾ ഏത് പരിതസ്ഥിതിയിലും ജീവിക്കാൻ പഠിച്ചു. ചെമ്പോലി, എപ്പോഴും ഇങ്ങനെ നിരാശപ്പെടരുത്. എന്നെ അങ്ങനെ വിളിക്കരുത്. ചെമ്പകം എന്ന് വിളിച്ചാ മതി. ഓ, ചെമ്പകം, നല്ല പേര്. അച്ഛനെവിടെ? അച്ഛൻ കുളിക്കാൻ ഇറങ്ങിയതാ. ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. അപ്പോ എന്നേക്കാൾ താല്പര്യം അച്ഛനോടാണല്ലേ? അച്ഛൻ അങ്ങേ സ്വന്തം മകനെ പോലെ ഇഷ്ടമാണ്. മകനെ പോലെയോ അതോ മരുമനെ പോലെയോ? നീ എന്തിനാ എപ്പോഴും ഈ പട്ടിക്കുട്ടികളെ കൂടെ കൊണ്ടു നടക്കുന്നത്? കൂട്ടുകാരെങ്കിലും വേണ്ടേ? നീ ഇന്നലെ എവിടെയായിരുന്നു? ചേച്ചി ഇന്നലെ എവിടെയായിരുന്നു? എല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ അച്ഛനോട് പറയും. ഞാനും പറയും. പെണ്ണെ, അന്യ ആളുകളെ തീണ്ടിയാലേ കാളിയമ്മ കോപിക്കും. അപ്പൊ നീയോ? എന്നാ നമുക്ക് രണ്ടുപേർക്കും പുറത്തു പറയണ്ട. ശരി, വരുന്നു നാശം.
മാളു ഞാനിവിടെ ആടാൻ വരട്ടെ. ആടിക്ക് വരുന്നു, ഞാൻ പോകുന്നു. അവള് പോയി പോട്ടല്ലേ, നമ്മക്കാടാം. മാലി നീ പോവുകയാണോ? ഞാനേ കൈവിട്ട് ആടിക്കാഴ്ച. അയ്യോ, പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ? സത്യം പറയണം. ഞാൻ കള്ളം പറയാറില്ല. അങ്ങ് പോലീസ് ഓഫീസറാണല്ലേ? ആരാ ഈ നുണ പറഞ്ഞത്? അങ്ങ് ആരായാലും എന്റെ കാണപ്പെട്ട ദൈവമാണ്. ചെമ്പകം, എനിക്ക് അങ്ങേ ആശിക്കാൻ അർഹതയില്ല. ആരാധിക്കാനെങ്കിലും ജോണി എന്താ കുറച്ചത്? അവൻ കുറച്ചു ദിവസമായി ഒരു പെൺമോയിലിങ്ങനെ വളച്ചോണ്ടിരിക്കുക. ഇതുവരെ പിടികിട്ടിട്ടില്ല. അതാ ഈ കൊര. ആ പോയ കാര്യം എന്തായി? ആദ്യമൊക്കെ നല്ല വഴിയായിരുന്നു സാർ. പിന്നെ അങ്ങോട്ട് കല്ലും മുള്ളും ചെളിയും ഒരു ദുർഗണം പിടിച്ച ഒരു കൊടും കാടാണ്. ആ അറിയാം. നാളെ രാവിലെ തന്നെ പോകാൻ തയ്യാറാക്കും. ശരി സാർ. അയ്യോ നല്ല സുഖം. അയ്യോ എന്തൊരു കുളിര്. മാമനാര് ചത്താ പിന്നെ ഞാൻ ആ മൂപ്പൻ, നീ റാണി, ഞാൻ രാജാവ്. ഓ ഒന്ന് തോട്ടോട്ടെ. കുളിരെ കോരിയിരുന്നു. അയ്യോ, ഇന്ന് ഞാൻ മാലിനി എന്നെ ചീത്ത പറയാത്തത്. ഇന്ന് മാലിനിക്കും നല്ല രസം. ജോണി പേടിക്കണ്ട. ഇവനെ ആദ്യ ആള് മനസ്സിലായില്ല. എന്തിനാ എപ്പോഴും ഇതിനെ കൂടെ കൊണ്ടു നടക്കുന്നത്? കാടല്ലേ, ആരെങ്കിലും ഒരു കൂട്ട് വേണ്ടേ? കൂട്ടിന് ആള് വേണമെന്ന് തോന്നി തുടങ്ങി അല്ലേ? തോന്നാഞ്ഞിട്ടല്ല, പറ്റിയൊരാളെ കിട്ടണ്ടേ? ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ല. ഈ വനസാമ്രാജ്യത്തിലെ മഹാറാണിയോട് അങ്ങനെ ചോദിക്കാൻ ആർക്കാ ധൈര്യം വരിക? എനിക്ക് നിങ്ങളുടെ ഈ ചിരിയും സംസാരവും എത്ര കേട്ടാലും മതി വരില്ല. അപ്പോ രോഗം തുടങ്ങി എന്നർത്ഥം. എന്ത് രോഗം? എനിക്കങ്ങനെ രോഗമൊന്നുമില്ല. ഇത് ഒരുതരം മഹാരോഗമാണ്, മരുന്നില്ലാത്ത മഹാരോഗം. കാട്ടിലെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ രോഗമൊന്നും വരാറില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ആരോഗ്യം കൂടുന്നവരെയാണ് ഈ രോഗം പിടികൂടുന്നത്. ഈ കണ്ണുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കരുത്. ആ എന്നാ ഞാൻ കണ്ണടച്ചിരുന്നേക്കാം. ജോണി, ഭയന്നു പോയല്ലോ. പറഞ്ഞു വിടുന്നേ. ഇവനെ പോലീസ് നായാണ്. ഇത്തരം അവഹിതങ്ങളൊന്നും അവനിഷ്ടല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാനിവനെ ഒളിയും പെയ്ത് കൊല്ലും. അയ്യോ ചതിക്കല്ലേ. വേണമെങ്കിൽ ആ അമ്പ് ഇങ്ങോട്ട് ചെയ്തു. അയ്യോ, അതിനെനിക്ക് കരുത്തില്ല. അവൻ ഇഷ്ടപ്പെട്ടില്ല. നിൽക്കവിടെ, നിൽക്കവിടെ. നീ ഇതുവരെ എവിടെയായിരുന്നു? അത് ചോദിക്കാൻ താനാരാ? ഈ കാട്ടിൽ ചില ആചാരമര്യാദകളൊക്കെ ഉണ്ട്. അതിന് വിരുദ്ധമായി ആര് നടന്നാലും ചോദ്യം ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. എനിക്കും അധികാരപ്പെടുത്തിയ ജോലി മാത്രം ചെയ്താൽ മതി. അതിര് കടന്ന സംരക്ഷണമൊന്നും വേണ്ട. ഇവിടെ എങ്ങാണ്ടൊന്നും യന്ത്രവനെ കാണാൻ പോയതാ. അങ്ങനെ തന്നെ. അതിന് തനിക്കെന്താ? താനോ അണ്ണാന്ന് വിളിച്ചുകൂടായോ? നിക്കടെ. വഴിമാറാൻ. വഴിതെറ്റി നടക്കുന്നവർക്ക് വഴിമാറുന്ന പാരമ്പര്യം ഈ കാട്ടിലില്ല. ഓടിപ്പോരെ, അല്ല ഇനിയും കിട്ടും. ഓടിക്കോ, ഓടിക്കോ. എന്താ, ഞാനിവിടെ ഭൂമി വാങ്ങിച്ചിട്ട് കരിമ്പ് കൃഷി ചെയ്യാൻ പോവാ. നല്ല ഐഡിയ കേട്ടോ. കരിമ്പ് കൃഷി ചെയ്താലേ ആ. ആന വരും. കാട്ടിരുമ്പിനെ കണ്ടോ? കാട്ടിരുമ്പ്. ആനയാന്നേ. എടാ മാണിക്കോ, എന്തുന്നടാ അങ്ങോട്ട് ഓടിയത്? അത് വല്ല കാട്ടരുമയായിരിക്കും. എടാ അത് കാട്ടിരുമ്പിയും കാട്ടുകുതിരൊന്നല്ല. അതാ അതാ
അതാ പെണ്ണ് തന്നെയാ. കാട്ടിൽ എവിടത്താ പെണ്ണ്? അതാ, അയ്യോ, അതാ പോടാ. അതാ, അങ്ങോട്ട് തിരിച്ചു പോടാ. എവിടെ? കേട്ടോ? കണ്ടോ, നീ കണ്ടോ? മാണിക്കോ, നീ ഒരു കാര്യം ചെയ്യോ, നീ ഒന്ന് അവിടെ ചെന്ന് നോക്ക്. ഞാൻ ഈ മരത്തിന് ചോട്ടിൽ നിൽക്കാം. നീ ഒരു കാര്യം ചെയ്യൂ. നീ ഒന്ന് അവിടെ ചെന്ന് നോക്ക്, ഞാൻ ആ മരത്തിന്റെ ചോട്ടിലിരിക്കാം. എനിക്ക് ആ കടുവാടെ വീട്ടിൽ ചെന്ന് എന്നെ കൊണ്ടൊന്നും പറ്റൂല, അതുകൊണ്ടാ. നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയി നോക്കാം. വാ, വാ. അയ്യോ എന്തേ കോൽമുള്ള്. മെല്ലെ വാ. അമ്മേ. മെല്ലെ വാ. വാ. ഞാനേ ആദ്യം ഇവിടെ കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നിനക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനേ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ. നീ ഏതാണ്? ഞാൻ രാക്കമ്മ. വല്ലാത്ത ചുക്കപ്പ്. ഇവിടെ തമിഴത്തിയാ. എടാ റാക്കെന്ന് വെച്ചാൽ ചാരായമല്ലേടാ? അതിനാണ് റാക്കുന്നത് പാറ. തേൻ വേണമാ? എടാ മാണിക്കോ, ഇവക്ക് തേക്കച്ചോടാടാ. ഇവള് ഈ കാട്ടിലെ തേൻ കുടിച്ചാ ഇങ്ങനെ ഈ പെരുമ്പാമ്പ് പോലെ ആയത്. നിങ്ങൾക്ക് എന്നെ വേണോ? എടാ എണ്ണ വേണോന്ന്. അയ്യോ എന്നെ വേണോന്നായി ചോദിച്ചത്. നിനക്ക് ഈ മലയാളം സംസ്കൃതം അറിയാം? അല്ല, நீங்க என்ன இப்படி பாக்குறீங்க? മുട്ടൻ തെറി തെറി പാക്കുകയും. அப்ப நான் வரட்டீங்களா? എടാ ഇത് കഷ്ടപ്പെട്ടല്ലേ, നമ്മളും കൂടെ വരട്ടോന്ന്. ഇവളെ തൂക്കിയെടുത്തോണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? അമ്മ റാക്കമ്മ, ആ. കൊച്ചക്ക പാറമ്മ, ഇങ്ങ ഇത് കിടക്കുമ്മ റാക്ക് ഇങ്ങനെ തണ്ണി. ராக்கா? ശ്യാമ, சாராயமா? അല്ല 100 അടിക്കാതെ ഇവളുടെ മുഖത്തെങ്കിലും നോക്കുക. நான் போறேன். അങ്ങനെ പോറാൻ നിക്കട്ടെ. അല്ല ഇവളെന്താ ഇപ്പൊ പറഞ്ഞു? നിനക്ക് മനസ്സിലായില്ലേ? നമ്മളോട് രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളോട് അവിടെ അപ്പൊ ഞാൻ പോവാ. നീ പോവാ. ആ, എടാ നിന്റെ പഴയ അഡ്രസ് തന്നെയാണ് ഇപ്പോഴും. അതെ. നിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് എഴുതാനാ. എന്തിനത്? എടാ കഴുതേ, ഈ കാട്ടിയാതിക്കാരെ ഉവ്വ. നിന്നെ ഇടിച്ച് ചമ്മൻ ചേർക്കും. ഞങ്ങൾ ഇവിടെ വിടുകയാണ് മൂപ്പൻ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ കാണാതായിട്ട് ഇതുവരെ യാതൊരു വിവരവും ഇല്ല. ഈ നിലയിൽ ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങളെ ഈ മാലിന്യം തട്ടിക്കൊണ്ടു പോയിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ശക്തി സങ്കേതമാണ് ഈ കാടെന്ന് പറയാൻ നമുക്ക് നാണമാകുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞത് നിങ്ങളുടെ ആൾക്കാരിൽ ചിലരാണ് അവരെ തട്ടിക്കൊണ്ടുപോയതെന്നാണ്. ഒരിക്കലും ഉണ്ടാവില്ല. അതിഥികൾ അവമാനിക്കുന്ന പാരമ്പര്യം ഈ കാട്ടുജാതിക്കാർക്കില്ല. തിരുവുള്ളക്കേടുണ്ടാവരുത്. അതിർത്തി കടന്നു വന്ന ഒരു അന്യാധികാരന്റെ കൂടെ മാളുവിന് അടിയം കണ്ടു. എന്താ? മാളൂരിനോടൊപ്പമോ? അവരുടെ രഹസ്യ സങ്കേതത്തിൽ മാളു അടിക്കടി സന്ധിക്കാറുണ്ടെന്നാണ് അടിയന് കിട്ടിയ അറിവ്. എന്തുകൊണ്ട് രണ്ടിനും തലയർത്ത് ഇവിടെ കൊണ്ടുവന്നില്ല? മാളു എന്റെ മകൾ എന്നല്ലേ ഓർമ്മിപ്പിച്ചത്. ഈ കാട്ടിലെ ആചാര മര്യാദകൾക്കെതിരായി ആര് പ്രവർത്തിച്ചാലും ഉരുതിയാണ് വിധിയെന്നറിയില്ലേ? ഏതായാലും ഈ വനത്തിൽ അന്യാളുകൾ ആരൊക്കെയോ കടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. നിയമം ലംഘിക്കുന്നവരോട് രക്തബന്ധമോ വ്യക്തിബന്ധമോ നമുക്കില്ല. വിളിക്കവളെ. മാലു, ഞാൻ വിളിച്ചോണ്ട് വരാം. കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും തേരായിടും. കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും തേരായിടും. இளம் காற்றுமோ ரதிகானதாளம், இளம் காற்றுமோ ரதிகானதாளம், குளிர் தூகவே நம்மளொന്നാകും. ഋതുരാഗമായി പാടിടും കാവേരിയാറിൽ കാമന്റെ തോ
ഒരു മുണ്ടിൻ നൂലിഴയാകാൻ ഞാൻ കൊതിക്കുന്നു. നിന്റെ മാറിൽ തലതാഴ്ത്തുറങ്ങാൻ ആവേശമോടെ ഞാനിരിക്കുന്നു. ചന്ദ്രോത്സവത്തിൻ ചാരുതയൊന്നായി ചാലിച്ചു ചാർത്തും ഈ വേള തന്നെ കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും പേരായിടും. താളത്തിലാടും അരക്കെട്ട് തന്നിൽ പൊൻതുടലാകാൻ ഞാൻ കൊതിക്കുന്നു. നീ കിടന്നിടും മലർമെത്ത തന്നിൽ ചേർന്നുറങ്ങിടാൻ ഞാൻ തുടിക്കുന്നു. മന്മഥരാഗം മത്സരമേയും ഉന്മാദമേറും ഈ തിരഭൂമി കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും തേരായിടും. ഇളം കാറ്റുമൂളും പ്രതിഗാനതാളം, ഇളം കാറ്റുമൂളും പ്രതിഗാനതാളം, തൂകവേ നമ്മളൊന്നാകും. ഋതുരാഗമായി മാറിടും കാവേരിയാറിൽ കാമന്റെ തോണി കസ്തൂരി തൂകും തേരായിടും. ലാ 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 ലാ. അയ്യോ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ. അങ്ങനെ സൂക്ഷിക്കല്ലോ കേട്ടോ. എനിക്ക് എല്ലാവർക്കും വേണം സുഖം കേട്ടോ. അമ്പട അവിടെ വെക്ക്, അവിടെ വെക്ക്. അത്രയും സൂചിച്ചാ മതി, അത്രയും സൂചിച്ചാ മതി. ഞാൻ നോക്കാം. സംഗതി കുഴപ്പത്തില്ല. അതെന്താ? എടാ കൂടി ആരാ നോക്ക്. ആരാണ്ടൊക്കെ ഉണ്ട് ഉണ്ടല്ലേ, കാണാൻ പറ്റുന്നേ. എടാ കാല് എത്രയുണ്ട് നോക്ക്. 4 കാലുണ്ടോ നോക്ക്. അതെന്താ അവര് കന്നുകലിയാന്നോ? എടാ രോമുള്ള കാലുണ്ടോ? എടാ രോമുള്ള കാലുണ്ടോ നോക്കടാ. എടാ ഓട്ട ചെറുതാണ്. ഓട്ടം ചെറുത് വലിച്ചു കീറടാ. എടാ എടാ കാലിടന്നുണ്ടോ? താണ്ടൊക്കെ അനങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് മാറടാ. എടോ ഇവിടെ നീ കോപ്പറായി കാണിക്കുന്നെന്തിനാ? ഇവിടെ കറവിക്കാനൊന്നുമില്ല. ആ പോയി കറങ്ങിട്ട് വാ. ആ തോക്കൊണ്ട് വയ്ക്കും. സാറേ തോക്ക് വേണം സാറേ. ഞാൻ പോയിട്ട് കാട്ടുപോത്തിന് വിളിച്ചോണ്ട് വരാം. അല്ല പിടിച്ചോണ്ട് വരാം. അതെ ബബ്ബു, നമുക്ക് പോയിട്ട് കാട്ടുപോത്തിന് എന്തെങ്കിലും ഒന്നും കൊണ്ടുവരട്ടാ. മോളെ, നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ? ഏയ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജോലിക്ക് വല്ല തടസ്സവും വരുമെന്നാ ഇവൾക്ക് പേടി. ഏയ്, എന്റെ ജോലിക്ക് നിങ്ങളും കൂടെ ഇവിടെ ഉള്ളത് ഒരാവശ്യം സഹായമാണ്. നമ്മളെ രക്ഷിച്ച ആളല്ലേ അച്ഛാ? അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? അവൾക്ക് ഈ കാടും പരിസരവും വിട്ടു പോവാനേ തോന്നുന്നില്ലെന്ന് കൂടെ കൂടെ പറയും. എന്നൊരു കാര്യം ചെയ്യാം, ചെമ്പവല്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു കാട്ടുജാതിക്കാരനെ കൊണ്ടെങ്കിൽ എല്ലാം കഴിപ്പിക്കാം. ആ വാള് കിട്ടാൻ ഒന്നും നടക്കും തോന്നുന്നില്ല. ആ വാള് അവർക്ക് കിട്ടിക്കാണുമോ എന്നാണ് എന്റെ സംശയം. ഒരു വാള് കൊണ്ട് ആർക്കെന്ത് ഫലം? ആ മൂപ്പന് നമ്മളെ സംശയമുള്ള പോലെ തോന്നുന്നു.
ആ മൂപ്പന്റെ മകള് അടിക്കടി ഇവിടെ വരുന്നതായിരിക്കും കാരണം. ഞാനത്ര ബുദ്ധിയില്ലാത്തവനല്ലടാ. അവളെ നമുക്ക് ആവശ്യമായിരുന്നു. ഇന്നലെയും അവൾ ഇവിടെ തന്നെ തിരികെ വന്നിരുന്നു. ഞാൻ അവളൊരു ഉപകരണമാക്കുകയായിരുന്നു. നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ അടുപ്പത്തിലായിരുന്നല്ലോ. നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഞാൻ അവളിൽ നിന്ന് ചോർത്തിയെടുക്കും. പറഞ്ഞു തരുന്നില്ല. ഇതാവള് വരുന്നു. ഞങ്ങൾ പോയേക്കാം. ഇനി നിങ്ങൾ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നീ എങ്കിലും സൂചിച്ചോടാ. ഞങ്ങൾ അതിന് സൗകര്യം കിട്ടുന്നു. അതെ, നല്ല പുള്ളിയാ. ഞാൻ എത്ര ദിവസമായി തിരക്കി വരുന്നു. ഗവേഷണമല്ലേ, രാപാലില്ലാതെ കാട് കിട്ടണം. എന്നെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെക്കാൾ എനിക്കല്ലേ കൂടുതൽ പരിചയം. കല്യാണം കഴിക്കാത്ത നമ്മൾ ഇങ്ങനെ പരസ്യമായി നടക്കുന്ന തെറ്റല്ലേ? ഇനി എന്തിനാ കല്യാണം? ആ പിന്നെ ഞാനൊരു വലിയ രഹസ്യം പറയാൻ വേണ്ടി വന്നതാ. ആ നിധിയെ കുറിച്ചാണോ? ആ നിധിയല്ല, പിന്നെ അതിന് വിലപ്പെട്ട വേറെ നിധി. എവിടെ? ആ കഴിഞ്ഞു തന്നെ. ആണോ പെണ്ണോ എന്ന് പറയൂ. മാലിന്യ എന്താ എന്തു പറ്റി? പേടിക്കണ്ട, ആരും അറിയത്തില്ല. ആദ്യം അറിയിക്കേണ്ട ആരെ അറിയിക്കുക. മാലിന്യ അച്ഛൻ അറിഞ്ഞാൽ തല കിട്ടും രണ്ടിന്റെയും. അതിനു മുമ്പ് സ്ഥലം വിടാം. ഇല്ല, എനിക്കത് സാധ്യമല്ല. നാട്ടിൽ എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. ചതി, കൊടും ചതി. കാര്യം കാണാൻ നിങ്ങൾ എന്നെ കരുവാക്കിയതാണല്ലേ? എനിക്ക് അല്പം ജോലിയുണ്ട്. നിൽക്കവിടെ. എടാ, നിന്നെ ഞാൻ വിടില്ല. മര്യാദയ്ക്ക് കാട്ടാചാര പ്രകാരം താലി കെട്ടി കൂടെ കൊണ്ടുപോകും. മേലാൽ എന്നെ കാണാൻ ഇവിടെ വരരുത്. ഈ കൊലച്ചതിക്ക് ഈ കാട്ടുപെണ്ണ് പകരം ചോദിക്കും. പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെ കണ്ണും നോക്കിന്നാലേ നേരെ അങ്ങോട്ട് പോവും. അങ്ങനെ പെറാനും പോറ്റാനൊന്നും എനിക്ക് ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. വേണം ഞാനൊരു കീപ്പാക്കി വെച്ചോളാം. നോക്കുന്നേ അവസരം എന്ന് പറഞ്ഞാൽ ഇതിലും വേറൊരു നല്ല അവസരം കിട്ടാനില്ല. ആ മാണിക്ക് ഇങ്ങോട്ട് വരും, അവന് പങ്കു കൊടുക്കേണ്ടി വരൂ. അയ്യോ, ഞാൻ മാട്ടേന്ന് പറഞ്ഞ് കളിക്കരുത്. ഈ കളി എനിക്ക് ഇഷ്ടാവുന്നില്ല. ഈ കളി എനിക്ക് ഇഷ്ടാവുന്നില്ല. അങ്ങോട്ട് നിൽക്കും. നീ എന്ത് ശക്തിയാണ് നീ ആലോചിച്ച് കളിക്കണം? അയ്യോ, നാശം പിടിച്ചവരെ. നീ എന്തിനാ ഈ സമയത്ത് തന്നെ എന്നെ കെട്ടെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ മാത്രമേ സൂചിക്കാൻ പറ്റൂ. പോടാ, ഞാൻ സൂചിച്ചിട്ടൊന്നുമില്ല. അവളോടെ എന്നെയും കൂടി ഒന്ന് ഗവനിക്കാൻ പറ. അവളെ ഒരു അനിയത്തി പെണ്ണുണ്ട്. ആ സുന്ദരി നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കും. പിന്നെ ഒരു കാര്യം, ഇവിടെ 4 ഇറച്ചി വണ്ണുണ്ട്. അയ്യോ, എന്നാ പിന്നെ നീ തന്നെ അങ്ങ് ഗവനിച്ചാൽ മതി. എനിക്ക് അല്ലേ? ഓടിക്കോ വണ്ടി വിട്ടോ. ഈ കാട്ടിനുള്ളിൽ നമ്മുടെ അറിവും അനുവാദവും കൂടാതെ ഒരു സംഘം കൊള്ളക്കാർ കടന്നുകൂടിയതായി നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. അതിർത്തി സംരക്ഷണത്തിന് നിയോഗിച്ച അതിർത്തി പോരാളികളിൽ ചെയ്ത് അവരാക്രമിച്ചു. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിനകം ഈ കാടിളക്കി അവരെവിടെയുണ്ടെങ്കിലും പിടിച്ചേൽപ്പിക്കാൻ നാം കൽപ്പിക്കുന്നു. ആരുമില്ലെങ്കിൽ ഞാൻ പോവാം. ഇപ്പൊ വീണായി.
നാഗപഞ്ചമിയാണ്. ശത്രുക്കളുടെ രക്തം കൊണ്ട് പിതൃതർപ്പണം നടത്തേണ്ട ദിവസം. നാളെ 7:30 വെളുപ്പിന് ഈ 5 പേരെയും നാഗയക്ഷിത്തറയിൽ നിരത്തി നിർത്തി കഴുത്ത് വെട്ടി കുരുങ്ങിയിരിക്കട്ടെ. അരുതച്ഛാ, ഇദ്ദേഹത്തെ കൊല്ലരുത്. കാട്ടുപെണ്ണ് അന്യജാതിക്കാരനെ തീണ്ടിയാൽ കുരുതി അറിഞ്ഞുകൊണ്ടിറങ്ങിയതാണ് അച്ഛാ. ആദ്യം ഈ തല വെട്ടണം. അപ്പോ നാം കേട്ടതൊക്കെ ശരിയാണ്. ദയവായി ആദ്യം ഈ തല വെട്ടാൻ കൽപ്പിക്കൂ. വെട്ടേണ്ട തലകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കപ്പെട്ടു. അച്ഛാ, കൊണ്ടുപോയവളെ വിടന്നെ. മലമൂപ്പൻ എന്ത് അനീതി കാണിച്ചാലും ചോദ്യം ചെയ്തെന്നാണോ കാട്ടുനീതി? ആ ബന്ധം ഇനിയില്ല. കൂട്ടക്കൊലയ്ക്ക് മുമ്പ് ഒരഭ്യർത്ഥന കേൾക്കണമെന്നില്ല. കാട്ടിലൊരു മംഗല്യ നിയമം നിലവിലുള്ളത് മലമൂപ്പൻ മറന്നെന്ന് തോന്നുന്നു. മംഗല്യമാവാത്ത പെണ്ണും ചെറുക്കനും തമ്മിൽ ഇണങ്ങിപ്പോയാൽ അന്ന് ഈ നാഗയക്ഷി ആൽത്തറയിൽ 2 തലകൾ ഒന്നിച്ചറ്റി വീഴും. കൊണ്ടുപോയവളെ ജംബു, ഇവൻ ആ മൂപ്പന്റെ പടത്തലവനല്ലേ? ആ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇവൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ചാരനാണ്. ചോർത്താനുള്ള രഹസ്യങ്ങൾ ഇപ്പോഴും ഞങ്ങളിൽ തന്നെയാണ്. നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച് നിങ്ങൾ കിട്ടിയ രേഖകൾ പൂർണ്ണമല്ല. ഇവനാര്? സുബ്ബയ്യൻ, മൂപ്പന്റെ സൈന്യത്തിലെ ഒളിപ്പോർ വിദഗ്ധൻ. എനിക്ക് വിശ്വാസം വരുന്നില്ല. കൂറുമാറി എന്നെ വിശ്വസിക്കരുത്. ആ മൂപ്പന്റെ പെൺമക്കളുടെ ഗർഭം ധിക്കാരവും കൊണ്ട് മടുത്തു. മൂപ്പന്റെ സൈന്യത്തിലെ പകുതി കുപ്പടി ഞങ്ങളുടെ കൂടെയാണ്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മൂപ്പനും മക്കളും ഇവിടെ വന്ന് അടിയറവ് പറയും. ആ ഏതായാലും ഇവരെവിടണ്ട. ഇനി മടങ്ങിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. ഒന്നുകിൽ ജയം, അല്ലെങ്കിൽ ആത്മഹത്യ. ഞങ്ങൾ ഒറ്റുകൊടുത്താൽ നിധിയെ സംബന്ധിച്ചുള്ള വിവരം ഇതിലുണ്ട്. പാറയ്ക്കിടയിൽ തീർച്ചാല്, ചാലുകടന്നാൽ കരിമ്പാറ, പാറ തുറന്നാൽ തീജ്വാല, ജ്വാല തണുത്താൽ നിധികുംഭം. നിധി കിട്ടിയാൽ പകുതി നിങ്ങൾക്ക്. സത്യം? സത്യം. നാഗയക്ഷിക്ക് നരബലി മുടങ്ങി. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. നരബലി സമയത്ത് ബാമ്പറഞ്ഞത് മറ്റാരുമല്ല, മാളു. ആ ജംബു നമ്മുടെ കുറെ ആൾക്കാരും അവരുടെ പക്ഷത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവരെല്ലാം രഹസ്യ സ്ഥലത്തേക്ക് പോയി. ഒന്നിനെയും വിടരുത്. ഇന്ന് ഇരട്ടി വെളുക്കുന്നതിന് മുമ്പ് എല്ലാറ്റിനെയും ഇവിടെ എത്തിക്കണം. കൽപ്പന പോലെ മാളുവിനെയും കൂട്ടരെയും എതിരിടാനുള്ള കഴിവ് ഇവിടെ ആർക്കുമില്ല. നേടാട്ടം കണ്ടാൽ അവന്മാർ വെടിവെക്കും. അപമാനം. കുറെ കൈത്തോക്കുകൾക്ക് മുമ്പിൽ ഈ കാട്ടുജാതിക്കാർ കീഴടങ്ങിയോ? ഞാൻ വരാം. എന്റെ മക്കൾ എന്റെ നെഞ്ച തമ്പ ചെയ്ത് കൊല്ലട്ടെ. ഈ അപമാനത്തെക്കാൾ അപമൃത്യുവാണ് ഉത്തമം. ചെമ്പ് എന്തിനാ കരയുന്നത്? എനിക്ക് കരയാനല്ലേ കഴിയൂ. ആ കരയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? എന്റെ തല എന്റെ കഴുത്തിലുണ്ടോന്ന് എനിക്ക് സംശയം. ഈശ്വര, ഇത്ര ക്രൂരമായ പരീക്ഷണത്തിന് തക്ക തെറ്റ് ഞാൻ എന്ത് ചെയ്തു? നമ്മൾ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നത് ശരിയല്ല. അച്ഛനും കൂട്ടരും അന്വേഷിച്ചു വരും. നമുക്ക് ഉടനെ പോവാം. ആ നിധിയിരിക്കുന്ന സ്ഥലത്ത് അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്കെത്തണം. ഞങ്ങളും വരണോ കുഞ്ഞെ? നിങ്ങൾ മാത്രം ഇവിടെ കഴിയുന്നത് അപകടമാണ്.
ഞാൻ നശിച്ചു മാളു, നശിച്ചു. ആ ചതിയൻ എന്നെ വഞ്ചിച്ചു. ചേച്ചി ധൈര്യമായിരിക്കെ. ചേച്ചി നശിപ്പിച്ചവന്റെ ചോര കൊണ്ട് നാഗയക്ഷിക്ക് അഭിഷേകം നടത്തും. ഞാൻ ഗർഭിണിയാണ് മാളു. ചേച്ചി എന്താ മാളു? എന്റെ ചേച്ചി നശിച്ചു സർ. നിങ്ങൾ അവനെ മാന്യമായി തെറ്റിദ്ധരിച്ചു. നിരവധി കേസുകൾ പ്രതിയായ കൊള്ളത്തലവനാണ് അവൻ. ചേച്ചി, ഇദ്ദേഹം അവരെ പിടിക്കാമെന്ന പോലീസ് ഓഫീസറാണ്. ക്ഷമിക്കണം സാർ, എനിക്കൊരു തെറ്റുപറ്റി. എല്ലാം ഞാൻ അറിഞ്ഞു. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അവൻ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് വഴി ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ അയാളെ വിശ്വസിച്ചു. എനിക്ക് ചതി പറ്റി. ചേച്ചി മാളു, സമാധാനപ്പെട്. നമുക്ക് ഉടനെ അങ്ങോട്ട് പോവാം. ചേച്ചി വീട്ടിലേക്ക് പോവൂ. വരൂ. അതിർത്തി സംരക്ഷണം സുശക്തമല്ലെന്ന് നമുക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഈ കാടിന്റെയും കാട്ടുജാതിക്കാരുടെയും രക്ഷയ്ക്ക് നാം നേരിട്ടിറങ്ങുന്നു. മാമനാരെ, നമ്മുടെ മാലിനെ ആരോ കൊന്നു. എന്റെ മാലിനെ എന്ത്?
എന്റെ ചേച്ചിയെ കൊന്നവന്റെ ചോര കുടിച്ച കാളി തുടരുതന്നെ. അപ്പൊ എന്റെ മാലിനിയെ കൊന്നത് മൂപ്പൻ മാന്യനായി അംഗീകരിച്ച് കൂടെ താമസിപ്പിച്ച സുരേഷൻ കൂട്ടരും. അവനെ തേടിയാണ് ഞാൻ വന്നത്. നിധിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ അവൻ ആ സാധു പെൺകുട്ടിയെ ബലിമൃഗമാക്കി. എനിക്ക് തെറ്റുപറ്റി മോളെ. അച്ഛന് മാപ്പ് തരും. അച്ഛന് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നീ എന്തിനിവിടെ വന്നു? ആ കൊള്ളക്കാരെ പിടിക്കാൻ വന്ന പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം. ക്ഷമിക്കണം, നമുക്ക് ഒന്നിച്ചു നീങ്ങാം. ഈ കാട്ടുജാതിക്കാരൊന്നടങ്കം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇല്ല, മൂപ്പന് തെറ്റിപ്പോയി. നിങ്ങളുടെ പടനായകൻ ജംബുവും പകുതി കുപ്പിടിയും ഇപ്പൊ ആ സുരേഷോടൊപ്പമാണ്. എടാ ജംബു, കുലദ്രോഹം ചെയ്ത് നിന്റെ തലയിറത്ത് പാളിക്ക് കുരുതി കൊടുക്കാതെ ഈ മലമൂപ്പൻ അടങ്ങില്ല.